രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പട്ടായി പോവും, UK പോവും, അമേരിക്കയിൽ പോവും, ഇതൊക്കെ നമ്മൾ കേട്ടില്ല. പക്ഷേ ചേട്ടൻ നേരത്തെ പറഞ്ഞ് ഇനി രാഹുൽ ഗാന്ധി ഇന്ത്യ വിട്ടു പോകാൻ പോവാണെന്ന്. ഇന്ത്യയിൽ താമസിക്കാൻ രണ്ടു തരം ആളുകൾക്കാണ് അവകാശമുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ പൗരന്മാർക്ക്. രണ്ട്, ഇന്ത്യ വിസ കൊടുത്ത് ഇങ്ങോട്ട് വരുന്നവർക്ക്. അല്ലേ? അതെ. അല്ലാത്തവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. നുഴഞ്ഞുകയറ്റക്കാരെ ഇപ്പോൾ ആസാമിലും ഒക്കെ സർക്കാർ തിരഞ്ഞു പിടിച്ച് നാട് കടത്തുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യ വിട്ടുപോകേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഓരോ ദിവസം കഴിയുന്തോറും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്ത, അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് വിഘ്നേഷ് ശിശിർ കൊടുത്തിരിക്കുന്ന കേസ് വീണ്ടും തുറക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കേസ് കുറച്ചു കാലമായിട്ടില്ലേ, പിന്നെ വീണ്ടും തുറക്കുന്നത് എന്താണെന്നൊക്കെ ഒരു സംശയം വരും. അതിൻ്റെ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കണം. എങ്കിലേ ഇപ്പോഴത്തെ പുതിയ തീരുമാനത്തിൻ്റെ സീരിയസ്നെസ്, ഗൗരവം നമുക്ക് മനസ്സിലാവും. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ചൊരു കേസ് ഡൽഹി ഹൈക്കോടതിയിലുണ്ട്, സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത കേസ്. അതേപോലെ തന്നെ അലഹബാദ് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് വിഘ്നേഷ് ശിശിർ എന്ന ബാംഗ്ലൂരുകാരൻ കൊടുത്ത കേസുണ്ട്. ഈ രണ്ട് കേസുകളാണുള്ളത്. രണ്ട് കേസുകളും തമ്മിൽ രണ്ട് കോടതിയിൽ ഒരേ സ്വഭാവത്തിലുള്ള കേസുകൾ വരുന്നത് സംബന്ധിച്ചൊരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ഡൽഹി ഹൈക്കോടതി ഇത് പരിശോധിച്ചു, അലഹബാദ് ഹൈക്കോടതി കേസ് തുറന്നോളാനും പറഞ്ഞു. അങ്ങനെ വിഘ്നേഷ് ശിശിർ കോടതിയിൽ ഹാജരായിട്ട് പറഞ്ഞു, രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല. ഇന്ത്യൻ പൗരനല്ല എന്ന് പറയാൻ കാരണം, റൗൾ വിൻസി എന്ന പേരിൽ ബ്രിട്ടനിൽ കഴിഞ്ഞ കാലത്ത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നു. അവിടെ ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, പിന്നിലെ ഓപ്പറേഷൻസ്, അതായത് ഒരു ഇടപാടിൻ്റെ പിന്നിൽ ഇടപാട്, ആ കമ്മീഷൻ ഏർപ്പാട്, പച്ചയ്ക്ക് കമ്മീഷൻ അടിക്കുന്ന പരിപാടിയാണ്. അതിനുള്ള ഒരു കമ്പനി തുടങ്ങിയിരുന്നു. അതിൻ്റെ ഡയറക്ടറായിരുന്നു രാഹുൽ ഗാന്ധി. അവിടെ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് അടയ്ക്കുന്നതിനകത്ത് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരൻ എന്ന് കാണിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പൗരനാണ്. അങ്ങനെ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി റദ്ദാക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഏക പൗരത്വമുള്ളൂ. ഇന്ത്യക്കാരന് ഇന്ത്യൻ പൗരത്വം മാത്രമേ പറ്റൂ. വിദേശ രാജ്യത്തെ പൗരത്വം എടുക്കാൻ പറ്റില്ല. അതേസമയം അമേരിക്ക, കാനഡ, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഒന്നിലേറെ പൗരത്വം എടുക്കാം. ഒരുപാട് അമേരിക്കക്കാർക്ക് ഇസ്രയേലിൽ പൗരത്വമുണ്ട്. അവർ ഒരേ സമയം ഇസ്രയേലിൻ്റെ പൗരന്മാരുമാണ്, അമേരിക്കൻ പൗരന്മാരുമാണ്. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ചില രാജ്യങ്ങളിൽ അനുവദനീയമാണ്, ഇന്ത്യയിൽ പറ്റില്ല. ഇന്ത്യയിൽ പൗരത്വം രണ്ട് തരത്തിലാണ് കിട്ടുന്നത്. ജനനം കൊണ്ട് കിട്ടും, അല്ലേ? ഇന്ത്യയിൽ ജനിച്ചാൽ പൗരനാവും. രണ്ടാമത് പൗരത്വത്തിന് അപേക്ഷ കൊടുത്ത് പൗരത്വം സ്വീകരിക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ജനിച്ച ആളാണ്. അപ്പോൾ ഇന്ത്യൻ പൗരത്വം ഉണ്ട്. അതിന് വേറൊരു കഥയോടെ ഉണ്ട്, അതിനൊരു തർക്കമുണ്ട്. ഇന്ത്യൻ പൗരത്വം ഉണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചാൽ നമ്മുടെ രാജ്യം രണ്ട് പൗരത്വം അംഗീകരിക്കത്തില്ല. അപ്പോൾ എപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം എടുക്കുന്നോ അപ്പോൾ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും. അങ്ങനെ രാഹുൽ ഗാന്ധി, ഇപ്പം പറയാം, രാഹുൽ ഗാന്ധി പണ്ട് അങ്ങനെ കമ്പനി തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം എടുത്തു. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് പോകുന്നില്ലേ? ഇങ്ങോട്ട് പോന്നാൽ പോരാ, ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും അപേക്ഷ കൊടുക്കണം. എനിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നു, ഞാൻ അത് റദ്ദാക്കിയിരിക്കുന്നു, എനിക്ക് വീണ്ടും ഇന്ത്യൻ പൗരത്വം തരണമെന്നുള്ള അപേക്ഷ കൊടുക്കണം. രാഹുൽ ഗാന്ധി അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല എന്ന് വരും. ഇവിടെ ഇന്ത്യയിൽ താമസിക്കാൻ പറ്റില്ല. താമസിക്കാം, വിസ എടുത്ത് താമസിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്താ പറയുന്നത്? രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇലക്ഷന് മത്സരിച്ചു. അതെ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചു, പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ തേജസ്വി യാദവ് ബീഹാറിൽ പറഞ്ഞു 2029 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞു. ആര്? ബ്രിട്ടീഷ് പൗരൻ. ഇതാണ് തർക്കം. ഇതാണ് വിഘ്നേഷ് ശിശിറിൻ്റെ തർക്കം. വിഘ്നേഷ് ശിശിർ അപ്പോൾ കോടതി ചെന്നപ്പോൾ കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ പോരാ, തെളിവ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച്, ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഈ കേസിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ കക്ഷി ചേർത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ കക്ഷി ചേർത്തിട്ട് കോടതി ആവശ്യപ്പെട്ടു, രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് മറുപടി തരാൻ പറഞ്ഞു. ഇവിടെ ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്, അതുകൊണ്ട് അയാളുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത ഒരു അപേക്ഷയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ കിടപ്പുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പേരെന്താ? അമിത്ഷാ. അതെ.
അപ്പോൾ ഇങ്ങനെ കേസ് ഇങ്ങനെ പലതവണ വിഘ്നേഷ് ശിശിറിൻ്റെ കേസ് പലതവണ അലഹബാദ് ഹൈക്കോടതിയിൽ വന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾ ബ്രിട്ടന് കത്തയച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഡീറ്റെയിൽസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കത്തയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണയും നമ്മുടെ ലാവ്ലിൻ കേസ് പോലെ കേസെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ പറയും കത്തയച്ചിട്ടുണ്ട്. അവസാനം കോടതിക്ക് പൊറുതി കെട്ട കോടതി കഴിഞ്ഞ മെയ് 19 പറഞ്ഞു ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഒരുപാട് സമയം കോടതിയുടെ നഷ്ടപ്പെടുന്നു. കേന്ദ്ര സർക്കാർ വന്നിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, തൽക്കാലം ഞാൻ ഈ കേസങ്ങ് തീർപ്പാക്കുക. കാരണം കേന്ദ്ര സർക്കാർ കിട്ടുന്നില്ല. വിഘ്നേഷ് ശിശിർ ഒരു കാര്യം ചെയ്യും, ഇത് കിട്ടാൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയത്തിൽ സമ്മർദ്ദമൊക്കെ ചെലുത്തിയിട്ട് ബാക്കി ആക്ഷൻസ് ചെയ്യുക. എന്നിട്ട് എപ്പോഴെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അപ്പം കോടതിയിൽ വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെയാണ് മെയ് മാസത്തിൽ ഈ കേസ് താൽക്കാലികമായി തീർപ്പാക്കിയത്. അതിനുശേഷം വിഘ്നേഷ് ശിശിർ സ്വന്തം നിലയ്ക്കും ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവസാനം ബ്രിട്ടനിൽ നിന്ന് വിഘ്നേഷ് ശിശിറിന് ഒരു കത്ത് കിട്ടി. അതായത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഉണ്ടോ എന്നത് സംബന്ധിച്ച നിർണായകമായ രേഖകൾ അവിടെ നിന്ന് ലഭിക്കുന്നു. ഞങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ UK ഇന്ത്യൻ ഗവൺമെൻറ്റിന് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. UK നിന്ന് കൈമാറിയിട്ടുണ്ടെന്ന് അറിയിച്ചു. കൈമാറിയിട്ടുണ്ടെന്ന് അറിയിച്ചെന്ന് മാത്രമല്ല, വിഘ്നേഷ് പറയുന്നത് എനിക്ക് അതിൻ്റെ പകർപ്പ് കിട്ടി. എന്തിൻ്റെ പകർപ്പ്? UK ഇന്ത്യക്ക് കൊടുത്തതിൻ്റെ പകർപ്പ് കിട്ടി. അതായത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും ലൈവായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ട് എന്നതിൻ്റെ തെളിവ് തനിക്ക് കിട്ടി എന്ന് വിഘ്നേഷ് ശിശിർ മാധ്യമങ്ങളോടും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വിഘ്നേഷ് ശിശിർ എന്ത് ചെയ്യുന്നറിയോ? വീണ്ടും അലഹബാദ് ഹൈക്കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞു, അന്ന് കോടതി പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ വീണ്ടും വരാമെന്ന് പറഞ്ഞ ആ അവകാശം ഞാനിപ്പോൾ വിനിയോഗിക്കുന്നു. എൻ്റെ പക്കൽ 2 വിവരങ്ങളുണ്ട്, എൻ്റെ പക്കൽ കുറച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന രേഖയൊന്നും പരിശോധിക്കാൻ പറ്റത്തില്ല എന്ന് കോടതിക്ക് വേണേൽ പറയാം. പക്ഷേ അതുകൊണ്ട് വിഘ്നേഷ് പറഞ്ഞു എനിക്ക് കത്ത് കിട്ടിയിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ബ്രിട്ടീഷ് സർക്കാർ രേഖകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അന്ന് കോടതി പലതവണ ചോദിച്ചിട്ടും കേന്ദ്രം കൊണ്ടുവരാതിരുന്ന രേഖകൾ ഇപ്പോൾ അമിത്ഷായുടെ മന്ത്രാലയത്തിൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലുണ്ട്. അതുകൊണ്ട് ഈ കേസ് റീഓപ്പൺ ചെയ്യണം, അത് വിളിച്ചു വരുത്തണം. ഇതാണിപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനൊരു അപേക്ഷ കഴിഞ്ഞ ആഴ്ച കൊടുത്തു. കോടതി കഴിഞ്ഞ ദിവസം അത് മുഖവിലക്കെടുത്തിട്ട് പറഞ്ഞു ഇത് കൊള്ളാം, ഒരു കാര്യം ചെയ്യും, കേസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നു. ഈ തെളിവ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നിങ്ങൾക്ക് ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ മഹാരാഷ്ട്രയിലെ ധർമ്മസ്ഥലയിൽ ഒരു മുഖം മൂടി വെച്ച മനുഷ്യൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ കുഴിച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ട് 1000 പേരെ കുഴിച്ചിട്ട് വന്നിപ്പോൾ അവസാനം 15-13 പുള്ളി പറഞ്ഞത്. അവസാനം ഒന്നുമില്ല, ഇപ്പം കുറ്റം ഏറ്റു പറഞ്ഞു, എല്ലാം ലേലു ഞാനെല്ലാം ചുമ്മാ പറഞ്ഞതാണ്. ഒരു മാസ്ക് ധരിച്ച മനുഷ്യൻ, അയാൾ ആരാണെന്നറിയില്ല. ആരാണെന്ന് എനിക്ക് പേരറിയാം കേട്ടോ, പക്ഷെ പേരിപ്പോൾ പറഞ്ഞാൽ നമുക്ക് പണി കിട്ടും, നമുക്ക് പറയാത്തതാണ്. അയാളുടെ പേര് എനിക്കറിയാം, പലർക്കും അറിയാം, പേര് ആരും പറയാത്തതാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ മുന്നിൽ മാസ്ക് ഇട്ടൊരു മനുഷ്യൻ നിൽക്കുകയാണ്. അയാൾ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ, ജനാധിപത്യ സ്ഥാപനങ്ങളെ ഒക്കെ തള്ളി പറയുക. രാഹുൽ ഗാന്ധിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വിശ്വാസമില്ല, വോട്ടർ പട്ടികയിൽ വിശ്വാസമില്ല, ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ല, സുപ്രീം കോടതി വിശ്വാസമില്ല, പാർലമെൻറ്റിന് വിശ്വാസമില്ല, ജനങ്ങളെ വിശ്വാസമില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല താൻ തോറ്റുപോയെന്നാണ് പറയുന്നത്. ആകെ വിശ്വാസമുള്ള തൻ്റെ അമ്മയും തൻ്റെ സഹോദരിയും തൻ്റെ ചില ഉപജാപക സംഘത്തെ മാത്രമാണ്, അല്ലെങ്കിൽ തന്നെ മാത്രമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ മുഖം മൂടി അണിഞ്ഞ് നിൽക്കുകയാണോ ഒരു ബ്രിട്ടീഷുകാരൻ? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഇനി ഈ രേഖകൾ കിട്ടിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാരിന് പറയാൻ പറ്റില്ല. കാരണം വിഘ്നേഷ് ശിശിറിന് ബ്രിട്ടനിൽ നിന്ന് കിട്ടിയ കത്തുണ്ട്, ഞങ്ങൾ രേഖകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അലഹബാദ് ഹൈക്കോടതി ഈ കേസ് വീണ്ടും തുറക്കുന്നതോടെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ കേസിൽ സത്യം വെളിവാകാൻ പോകാം. ഒന്നെങ്കിൽ അങ്ങനെയല്ല, ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇല്ല, രാഹുലിന് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അതോടെ രാഹുൽ ഗാന്ധിയെ നിരന്തരം ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിച്ച കൊള്ളക്കാരൻ, വോട്ട് കള്ളനാണ് രാഹുൽ ഗാന്ധി. കാരണം ബ്രിട്ടീഷുകാരനാണെങ്കിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളെ
ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കാൻ ശ്രമിച്ച, ഇന്ത്യയുടെ ഭരണം നേടിയെടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരൻ, വീണ്ടും ബ്രിട്ടീഷുകാരൻ്റെ ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച കള്ളൻ, ജനങ്ങളുടെ വോട്ട് കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരൻ എന്ന പേര് വരും. ആ പേരുദോഷം രാഹുൽ ഗാന്ധിക്ക് മാറ്റാം. രാഹുൽ ഗാന്ധിയെ ഇക്കാലം അത്രയും ബ്രിട്ടീഷ് പൗരൻ എന്ന പേരിൽ വേട്ടയാടിയ ആളുകൾ മാപ്പ് പറയേണ്ടി വരും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാടകക്കാരൻ ആ മുഖം മൂടി അഴിച്ചു വെച്ച് ജനങ്ങളുടെ മുമ്പിൽ സത്യം പറയും. ജനങ്ങൾ നാട് വിട്ടു പോകേണ്ടി വരും. എന്ത് സത്യം പറയാൻ? ഞാനിതൊരു കാര്യത്തിന് കുത്തിപ്പിടിച്ച് ചവിട്ടി പുറത്താക്കി ആക്കേണ്ടി വരും. രാജ്യം വിട്ടു പോകേണ്ടി വരും. കാരണം മാത്രമല്ല, ഈ രാജ്യത്ത് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാണ്. ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ, ഇവിടുത്തെ നീതി വ്യവസ്ഥയെ, ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ നിരന്തരം കുറ്റം പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലം അല്ലേ, അതെ, രാജ്യത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ തുറുങ്കിലടക്കേണ്ടി വരും. നമ്മുടെ നിയമങ്ങൾ ഇയാൾക്ക് കൊടുക്കാൻ പോകുന്നത് കടുത്ത ശിക്ഷയായിരിക്കും. ഒന്നെങ്കിൽ രാഹുൽ ജയിലിലേക്ക് പോകും, അതിനുശേഷം നാട് കടത്തപ്പെടും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ ആക്ഷേപങ്ങൾ അവസാനിക്കും. അത്തരം ആക്ഷേപം ഉന്നയിച്ച ആളുകൾ മാപ്പ് പറയേണ്ടി വരും. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഈ ഇറ്റലിയിലെ ഒരു നിയമമുണ്ട്. ഇറ്റലിക്കാർ ലോകത്തെവിടെ പോയാലും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ ആ കുഞ്ഞുങ്ങൾ ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും. ഇപ്പോൾ സോണിയാഗാന്ധി 1983 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. 80 അവർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു. ഇന്ത്യൻ പൗരത്വം ഇല്ലാതിരുന്ന സമയത്ത്, ഇറ്റലിക്കാരിയായിരുന്ന സമയത്തെ സോണിയാഗാന്ധിക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ട്. അതിന് കോൺഗ്രസ് നേതാവ് പറഞ്ഞതെന്നറിയാമോ? അത് ഇലക്ഷൻ കമ്മീഷൻ സോണിയാഗാന്ധിയുടെ പേര് ചേർത്താണ്. ഇലക്ഷൻ കമ്മീഷൻ കൊള്ളാവുന്ന ഒരാൾ പോകുന്നുണ്ട്, ഇവനെ എന്നാൽ വോട്ടർ പട്ടികയിൽ ചേർത്തേക്കാം, വിളിച്ച് ചേർത്താണെന്നാണ് ഒരു ന്യായം പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ മാനിപ്പുലേഷനാണ്. അപ്പം മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. 83 സോണിയാഗാന്ധി വളരെ പെട്ടെന്ന് ബ്രിട്ടീഷ് പൗരത്വം എടുക്കുന്നു. 84 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു. ഇന്ത്യൻ പൗരത്വം എടുത്തതിന് ശേഷം സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുത്തതിൻ്റെ തൊട്ടടുത്ത വർഷം ഇന്ദിരാഗാന്ധി 84 കൊല്ലപ്പെട്ടു. അപ്പോൾ അതുവരെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിച്ച സോണിയാഗാന്ധിക്ക് അതുവരെ പൗരത്വം വേണ്ടാന്ന് തീരുമാനിച്ചു. പൗരത്വം എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഞാനൊന്നും പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ടേ. അപ്പോൾ ഏതായാലും രാഹുൽ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇറ്റലിക്കാരിയായി 83 വരെ ഇറ്റാലിയൻ പൗരയായിരുന്ന സോണിയാഗാന്ധിക്കുണ്ടായ മക്കള് ഏത് രാജ്യത്തെ പൗരന്മാരാ? ഇറ്റാലിയൻ പൗരന്മാരാണ്. അപ്പം ഇറ്റാലിയൻ പൗരത്വം ഉണ്ടാവും. അതെ. അപ്പോൾ ഇറ്റലി, ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആകാം. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ ഞാൻ ഇന്ത്യൻ പൗരനല്ല, ഞാൻ ഇന്ത്യയിൽ താമസിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ബ്രിട്ടീഷ് പൗരത്വം. ഞാൻ ഇറ്റാലിയൻ പൗരനാണ്, ഡ്യുവൽ സിറ്റിസൺഷിപ്പും ആകാം. അങ്ങനെയും വന്നുകൂടെ? ഇനി പറയുന്നുണ്ട്, ഇപ്പം ചില കരീബിയൻ ദ്വീപുകൾ, സെൻറ്റ് കിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ചില ദ്വീപുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ $1 ലക്ഷം $2 ലക്ഷം കൊടുത്ത് നമുക്ക് പൗരത്വം കിട്ടും. അവിടെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ വലിയ കേന്ദ്രമാണ് ഇത്തരം ദ്വീപുകൾ. അവിടെ പണം കൊടുത്ത് എനിക്കും സിനുവിനും ആർക്കും പൗരത്വം എടുക്കാം ആ രാജ്യത്ത്. അത്തരം ചില രാജ്യങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് പൗരത്വം ഉണ്ടെന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സ്പെക്കുലേഷനാണ്. പക്ഷേ ബ്രിട്ടീഷ് പൗരത്വം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണോ, ഒരു മെറ്റീരിയൽ അതിനകത്തുണ്ട്. ആ മെറ്റീരിയൽ പരിശോധിക്കാൻ വേണ്ടി വീണ്ടും കോടതി ആ കേസ് തുറന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉള്ള ഈ സംഭവത്തിൻ്റെ പുതിയ പ്രാധാന്യം. കാരണം പലതവണ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണെന്ന് ആർക്കെങ്കിലും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.